അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയിൽ പല സ്ഥലങ്ങളിലായി നമ്മളിൽ പലർക്കും തെറ്റുകളും അബദ്ധങ്ങളും വരാറുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുകയാണ് വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം രണ്ടാമത്തെ ആയത്ത്, ഹനഫി മദ്ഹബ് പ്രകാരം ഒന്നാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ഒരു ഐനുണ്ട്. ആ ഐനിൻ്റെ യഥാർത്ഥമായ ശബ്ദവും ഉച്ചാരണവും ക്ലിയറായില്ല എങ്കിൽ അക്ഷരത്തിന് വ്യത്യാസം വരും. ഐനി എന്ന് പറയുന്ന അക്ഷരം, അതിൻ്റെ മഖ്റജ്, ഐന് പുറപ്പെടുന്നത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ്, വായിൽ നിന്നല്ല. എന്നാൽ നമ്മളിൽ പലരും വായിൽ നിന്നുകൊണ്ടാണ് ആ അക്ഷരം പുറപ്പെടുവിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ല എന്നോ ഇല്ല എന്നോ ശബ്ദമാണ് വരിക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്, റബ്ബിൽ ആലമീൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷേ നമ്മളിൽ പലരും റബ്ബില്ലാലമീൻ അല്ലെങ്കിൽ റബ്ബല്ലാലമീൻ എന്ന് ഈ രണ്ട് രൂപത്തിലും ഓതുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. റബ്ബില്ലാലമീൻ എന്ന് ഓതിയാൽ റബ്ബില്ല എന്നാണ് പറയുക. റബ്ബിൽ ആലമീൻ എന്നത് പറയാതെ കുറച്ചുകൂടി താഴോട്ടിറങ്ങി റബ്ബില്ലാലമീൻ, ഐനിൻ്റെ ഉച്ചാരണം ലാമിലേക്ക് വരുമ്പോൾ റബ്ബില്ല എന്നാണ്. ആ ബായിലേക്ക് കസർ കൊടുക്കാതെ ഫതഹ് കൊടുത്താൽ റബ്ബല്ലാലമീൻ എന്നാ പറയുക. റബ്ബല്ല എന്നാണ്. ഒരു സ്ഥലത്ത് റബ്ബല്ല എന്നും മറ്റൊരു സ്ഥലത്ത് റബ്ബില്ല എന്നും. വളരെ ഗുരുതരമായ അപകടകരമായ ഒരു സ്ഥലമാണ്. റബ്ബില്ല എന്നുമല്ല, റബ്ബല്ല എന്നുമല്ല, റബ്ബിൽ ആലമീൻ. ഈ ഐനിനെ നല്ലതുപോലെ സ്ഫുടമായി ഉച്ചരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അല്ല എന്നോ ഇല്ല എന്നോ വരും. വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരക്ഷരമാണ് കൊഴിഞ്ഞു പോകുന്നത്. അർത്ഥമോ അർത്ഥത്തിൻ്റെ തലമോ വ്യത്യാസപ്പെടുകയും ചെയ്യും. റബ്ബിൽ ആലം, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തആല എന്നാണ്. അള്ളാഹു ഒഴികെയുള്ള സർവ്വ ചരാചരങ്ങളുമാണ് ആലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവലോക സംരക്ഷകൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ എന്നാണ്. അപ്പോൾ സർവലോകത്തിൻ്റെയും സംരക്ഷകൻ എന്ന അർത്ഥം വരണമെങ്കിൽ റബ്ബിൽ ആലമീൻ എന്ന് തന്നെ പറയണം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇനിയും പല ഇതേപോലെയുള്ള ഒളിഞ്ഞു കിടക്കുന്ന നമ്മളിൽ ഉണ്ടാവുന്ന തെറ്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.